ഓണത്തിന്റെ പുത്തൻ പ്രതീക്ഷകളും പാരമ്പര്യത്തിന്റെ നിറപ്പകിട്ടുമായി പാലക്കാട്ടെങ്ങും തിരുവോണപ്പുലരി. പുലർച്ചെ തന്നെ വീടുകൾ ഉണർന്നു. മുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങി നിലവിളക്കുകൾ തെളിഞ്ഞു. ഓണത്തപ്പനെ ഒരുക്കിയും പൂക്കളത്തിൽ പ്രതിഷ്ഠിച്ചും കുടുംബങ്ങൾ തിരുവോണത്തെ വരവേറ്റു. പുലർച്ചെയുള്ള കുളിയും ക്ഷേത്രദർശനവും പൂജകളും കഴിഞ്ഞ കുടുംബാംഗങ്ങൾ ഒന്നിച്ചെത്തിയതോടെ വീടുകളിൽ ഓണത്തിന്റെ ആഘോഷച്ചൂടായി. പുതിയ ഓണക്കോടിയണിഞ്ഞ കുട്ടികളുടെ ചിരിയും കളിയും വീടുകൾക്ക് കൂടുതൽ ഉത്സവ പകിട്ടേകി. മുതിർന്നവർക്കൊപ്പം കുട്ടികളും പൂക്കളം ഒരുക്കുന്നതിലും ഓണത്തപ്പനെ അലങ്കരിക്കുന്നതിലും സജീവമായി പങ്കെടുത്തു. പാലക്കാടിന്റെ ഗ്രാമീണ മേഖലകളിൽ തിരുവോണത്തിന്റെ തനതായ നാട്ടിൻപുറത്തിന്റെ ഭംഗിയായിരുന്നു. മുറ്റത്ത് ചാണകം മെഴുകി വൃത്തിയാക്കിയിടങ്ങളിൽ വിവിധ പൂക്കൾ നിരത്തി മനോഹരമായ പൂക്കളങ്ങൾ ഒരുക്കി. തുമ്പപ്പൂവും തെച്ചിയും ചെണ്ടുമല്ലിയും വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ചേർന്ന പൂക്കളങ്ങളിൽ ഓണത്തിന്റെ പാരമ്പര്യവും പ്രകൃതിയുടെ സൗന്ദര്യവും ഒരുമിച്ചു. തിരുവോണദിനത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നായ ഓണത്തപ്പനൊരുക്കലും വീടുകളിൽ സജീവമായിരുന്നു. കുടുംബത്തിലെ മുതിർന്നവർ കുട്ടികൾക്ക് ഓണാചാരങ്ങളുടെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തു. പല വീടുകളിലും പഴയ തലമുറയിൽ നിന്നും കൈമാറി വന്ന ഓണപ്പാരമ്പര്യങ്ങൾ പുതിയ തലമുറയിലേക്കും പകർന്നു. തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളും വീടുകളിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അടുക്കളകളിൽ പായസത്തിന്റെയും വിവിധ ഓണവിഭവങ്ങളുടെയും മണം നിറഞ്ഞു. കായവറുത്തതും ശർക്കര വരട്ടിയും പച്ചടിയും കിച്ചടിയും അവിയലും തോരനും സാമ്പാറും പരിപ്പും പപ്പടവും തുടങ്ങി വിഭവസമൃദ്ധമായ സദ്യയ്ക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബങ്ങൾ. പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും മാറി പാലക്കാടിന്റെ നാട്ടിൻപുറങ്ങളിൽ ഓണം ഇന്നും കുടുംബ ബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ്. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ കഴിയുന്നത്ര കുടുംബത്തോടൊപ്പം ചേരാൻ ശ്രമിച്ചതോടെ പല വീടുകളിലും ഏറെ നാളുകൾക്ക് ശേഷമുള്ള കുടുംബസംഗമത്തിനും തിരുവോണം വേദിയായി. പൂക്കളവും ഓണക്കോടിയും ഓണത്തപ്പനും നിലവിളക്കും ക്ഷേത്രദർശനവും സദ്യയുമെല്ലാം ചേർന്ന് പാലക്കാടിന്റെ തിരുവോണപ്പുലരി പാരമ്പര്യത്തിന്റെ മനോഹരമായ കാഴ്ചയായി. യുടിവി ന്യൂസ്, പാലക്കാട്.